ആശങ്കയായി ഷിഗല്ല വ്യാപനം. തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശിക്ക് രോഗം സ്ഥിരീകരിച്ചു. വയനാട്ടിൽ 7 കുട്ടികൾക്ക് കൂടി ഷിഗല്ല. കോഴിക്കോട്ടെ നിപ ബാധിതന്റെ നില അതീവ ഗുരുതരം. മധ്യപ്രദേശിൽ കോൺഗ്രസിന് തിരിച്ചടി. മീനാക്ഷി നടരാജന്റെ ഹർജി സുപ്രീം കോടതി തള്ളി. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടപടികളിൽ ഇടപെടാനാവില്ല. ബംഗാളിൽ മമതാ ബാനർജിക്ക് കൂടുതൽ കുരുക്ക്. ഇവന്റ് മാനേജ്മെന്റ് അഴിമതി ആരോപണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. നീറ്റ് പരീക്ഷയിൽ സമഗ്ര മാറ്റം. പരീക്ഷാ സമയം 15 മിനിറ്റ് നീട്ടി. ചോദ്യപേപ്പറിൽ റഫ് വർക്കിന് കൂടുതൽ സ്ഥലം നൽകും. മാറ്റങ്ങൾ ജൂൺ 21 പരീക്ഷ മുതൽ. ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണയ്ക്ക് വിട. ഡൽഹിയിൽ ചികിത്സയിലിരിക്കെ അന്ത്യം. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരം. പരിശീലകനായും അഭിമാനകരമായ നേട്ടങ്ങൾ. മാസപ്പടി കേസിൽ വീണ ടിക്ക് വീണ്ടും ഇഡിയുടെ സമൻസ്. അഭിഭാഷകൻ വഴിയുള്ള രേഖകൾ സ്വീകരിക്കില്ല. ബുധനാഴ്ച കൊച്ചി ഓഫീസിൽ നേരിട്ടെത്താൻ നിർദ്ദേശം. നടിയെ ആക്രമിച്ച കേസിൽ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ. അതിജീവിതയുടെ ഹർജി ഫയലിൽ സ്വീകരിച്ചു. മെമ്മറി കാർഡും പെൻഡ്രൈവും വിചാരണ കോടതിക്ക് കൈമാറണം. ഇറാനും അമേരിക്കയും വെടിനിർത്തൽ ധാരണയിലേക്ക്. സമാധാന കരാർ അന്തിമമായെന്നും യൂറോപ്പിൽ വെച്ച് ഒപ്പിടുമെന്നും ട്രംപ്. ഇറാന്റെ മരവിപ്പിച്ച ആസ്തികളിൽ ഒരു ഭാഗം US വിട്ടു നൽകിയേക്കും. ആണവ വിഷയങ്ങൾ സമാധാന കരാറിലില്ലെന്ന് റിപ്പോർട്ട്. ലോകകപ്പ് ഫുട്ബോളിൽ ഇനി കാനഡ ബോസ്നിയ പോരാട്ടം. USA-യും പരാഗ്വേയും കളത്തിലേക്ക്. ചെക്ക് റിപ്പബ്ലിക്കിനെ വീഴ്ത്തി ദക്ഷിണ കൊറിയ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മെക്സിക്കോയ്ക്ക് ജയം. കളി മതിയാക്കി കെയ്ൻ വില്യംസൺ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും കിവീസ് താരം വിരമിച്ചു. അവസാനിപ്പിച്ചത് 16 വർഷം നീണ്ട അതിശയകരമായ കരിയർ.